A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് അനുവദിച്ച നഷ്ടപരിഹാര തുക ഭൂവുടമകൾക്ക് ഉടൻ വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികളുമായി സംസാരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എത്രയും പെട്ടെന്ന് ഭൂവുടമകൾക്ക് പണം നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ അനുവദിച്ച തുക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നിലമ്പൂർ റെസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രിയെ നേരിൽ കണ്ട് ബൈപ്പാസ് കൂട്ടായ്മ അംഗങ്ങൾ ആവശ്യമുന്നയിച്ചത്. തുക അനുവദിച്ച മന്ത്രിക്ക് ബൈപ്പാസ് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ മൊമന്റോയും നൽകി. LDF നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും ബൈപ്പാസിന് തുക അനുവദിച്ചതിന് മന്ത്രിക്ക് മൊമന്റോ കൈമാറി. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് 227.18 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ ലാൻഡ് എടുക്കുന്നതിന് വേണ്ടിട്ട് ഇപ്പൊ ലാൻഡ് എടുക്കുന്നതല്ല, റോഡിന്റെ മൊത്തത്തിലാണല്ലോ കോംപ്രഹെൻസീവ്. ആ ASന്റെ കൊടുത്തു, ഓരോ ഘട്ടമായിട്ട് നേരത്തെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആകെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള AS ആണ് ഇപ്പൊ കൊടുത്തത്. അതിന്റെ ഒരു ഭാഗം ഈ ഭൂമി പോകുന്നതിന് പണം കൊടുക്കാൻ തന്നെയാണ്. അത് ആദ്യം തന്നെ കൊടുക്കുക. കാരണം അതിന്റെ ഒരു നടപടിക്രമമായാൽ അധികം നീട്ടാതെ തന്നെ പണം കൊടുക്കുന്നതാണ് സർക്കാരിന് നല്ലത്. സർക്കാരിന് ഈ പണം കണ്ടെത്തണം, പക്ഷെ അത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം പണം അതിന് കൊടുക്കുക, പിന്നെ റോഡും ഡിസൈനും ബാക്കി കാര്യങ്ങളെല്ലാം വരണം. അപ്പൊ അതിന്റെ നടപടിക്രമം അനുസരിച്ചിട്ട് കൊടുക്കാൻ തന്നെയാണ്. അതിന്റെ ബാക്കി നടപടിക്രമം PWDയും റവന്യൂവും എല്ലാം ചേർന്നിട്ടാണ്. ഇപ്പൊ ധനകാര്യ വകുപ്പ് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ധനകാര്യ വകുപ്പിന് ഉത്തരവാദിത്വം ഉണ്ട്. ആദ്യം പണമാണല്ലോ, പിന്നീടല്ലേ ഡിസൈൻ വന്നിട്ട് റോഡ്, പാലം, ഫ്ലൈ ഓവർ ഒക്കെ കാണും. അത് എങ്ങനെയാണെന്ന് മൊത്തം ഡിസൈൻ എനിക്ക് അറിയില്ല. അതെ, അതനുസരിച്ചിട്ടാണ്, അതിന്റെ ഡിസൈൻ അനുസരിച്ച് അവരത് ടെൻഡർ ചെയ്ത് അതും വേറെ വർക്ക് വരും. ആദ്യം വരുന്ന ലാൻഡ് ഇല്ലാതെ റോഡതി പണിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ലാൻഡ് എടുക്കാതെ, ലാൻഡിന്റെ പണം കൊടുക്കാതെ ആ പ്രശ്നം ഇല്ല. അവര് നേരത്തെ തന്നെ വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നതാണല്ലോ. അപ്പൊ അതനുസരിച്ച് PV അബ്ദുൽ വഹാബ് MP, നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, ബൈപ്പാസ് കൂട്ടായ്മ പ്രതിനിധികളായ KP ഉമ്മർ, ജെയിംസ് മയ്യന്താനി, LDF പ്രതിനിധികളായ E പത്മാക്ഷൻ, M മുജീബ് റഹ്മാൻ, പരുന്തൻ നൌഷാദ്, സ്കറിയ കിനാന്തോപ്പിൽ, പറാട്ടി കുഞ്ഞാൻ തുടങ്ങിയവരും പങ്കെടുത്തു. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം പദ്ധതിക്ക് നടപടി തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ടായി. 1996 ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി. 1998 വിജ്ഞാപനം ഇറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പാക്കാതെ കിടക്കുകയായിരുന്നു. 2023 ഓഗസ്റ്റിലാണ് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചും മറ്റുമുള്ള ആഘാത പഠന റിപ്പോർട്ട് വന്നത്. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും 2 ഘട്ടമായിട്ടാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക. പദ്ധതിക്കായി 10.66 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാന പാത 28 ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിൽ ഒന്നാണിത്. തമിഴ്നാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ യാത്രയ്ക്കും മറ്റും ഈ പാത കാര്യമായി ഉപയോഗപ്പെടും. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.